ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. നമ്മളൊരു വെബ്സൈറ്റോ മൊബൈൽ ആപ്ലിക്കേഷനോ ഒക്കെ ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ സ്ഥിരമായിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു എലമെൻ്റാണ് ബട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, അഥവാ കോൾ ടു ആക്ഷൻസ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു കോൾ ടു ആക്ഷൻസ് അഥവാ ബട്ടൺസ് എന്ന് പറയുന്ന UI എലമെൻറ്റിന് ഒരു ഡിസൈനിൽ വളരെ വലിയ പങ്കാണുള്ളത്. കാരണം ഏതൊരു യൂസറിനെ ആയിരുന്നാലും അദ്ദേഹത്തിന് വേണ്ടുന്ന സ്ഥലങ്ങളിലേക്ക്, അദ്ദേഹത്തിൻ്റെ ആ ബിസിനസ് ആ വെബ്സൈറ്റിൽ നിന്ന് പോകേണ്ടുന്ന സ്ഥലത്തേക്ക് വളരെ അട്രാക്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ആ പേജിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട, വളരെ പരമപ്രധാനമായൊരു ഡ്യൂട്ടിയാണ് നമ്മുടെ ഈ ബട്ടൺസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ബട്ടൺ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ബോക്സ് ഇട്ട് ടെക്സ്റ്റ് ഇടുന്നതിലല്ല കാര്യം, മറിച്ച് കുറച്ചും കൂടെ അതിൻ്റെ ഒരു അനാട്ടമി, കുറച്ച് തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങളും കൂടെ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഒരു ബട്ടൺ നിർമ്മാണത്തിൽ അറിഞ്ഞിരിക്കേണ്ടുന്നത് ഒരു ബട്ടൻ്റെ അനാട്ടമി എന്താണ് എന്നുള്ളത് എല്ലാ ഡിസൈനേഴ്സും അറിഞ്ഞിരിക്കണം. അത് ഒരു ബട്ടൺ ഡിസൈൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ബട്ടൺ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു ബട്ടൺ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചുറ്റുമിടുന്ന ബട്ടൻ്റെ ആ ഒരു കളറ് വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ളതായിരിക്കണം. അതിൽ നല്ല വിസിബിലിറ്റി ഉണ്ടായിരിക്കണം. അതിൻ്റെ ആ ഒരു ഷേപ്പ് നമ്മൾ ബട്ടൺ ഇടുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊന്ന് ഉറപ്പുവരുത്തുക. അതായത് ടെക്സ്റ്റിൻ്റെ സൈസ്, അതുപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക്, ടെക്സ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കുമുള്ള പാഡിങ് എന്ന് പറയുന്നത് ആവശ്യത്തിന് നല്ലൊരു ബ്രീത്തിങ് സ്പേസ് ഉള്ള പാഡിങ് ആയിരിക്കണമെന്നുണ്ട്. അതുപോലെ ടെക്സ്റ്റിന് മുകളിലേക്കും താഴേട്ടും ഉള്ള ആ സ്പേസിങ്ങിന് നല്ല ഒരു മികച്ച ഒരു ബ്രീത്തിങ് സ്പേസ് ഫീൽ ചെയ്യുന്ന പാഡിങ് ആയിരിക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സബ്റ്റിൽ ഷാഡോ അപ്ലൈ ചെയ്യുന്നെങ്കിൽ അതിന് ചുറ്റുമായിട്ടൊരു മാർജിനായിട്ടൊരു സേഫ് ഏരിയ നമ്മൾ കഴിഞ്ഞതിന് ശേഷമേ മറ്റ് എലമെൻസുകൾ റൈറ്റ് സൈഡിലോ ടോപ്പിലോ ഒക്കെ ആയിട്ട് പ്ലേസ് ചെയ്യാവൂ. ഇങ്ങനെ ഒരു ബട്ടൻ്റെ ഈ കാണുന്ന രീതിയിലുള്ള ഒരു അനാട്ടമി ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിൽ കളർ വരുന്ന എവിടെയാണ്, അഥവാ ഗ്രേഡിയൻറ്റ് വരുന്ന എവിടെയാണ്, ഷാഡോ വരുന്ന എവിടെയാണ്, അതിൻ്റെ പാഡിങ് വരുന്ന എവിടെയാണ് എന്നുള്ള ഒരു ബേസിക് അനാട്ടമി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഡ്യൂട്ടി ഒരു ഡിസൈനർ എന്ന നിലയിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ആ ഒരു ഡ്യൂട്ടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ബട്ടൻ്റെ ഡിഫറൻറ്റ് തരത്തിലുള്ള ടൈപ്സ് ആൻഡ് സ്റ്റേറ്റ്സ് ആണ് മറ്റൊന്ന് പഠിക്കാനുള്ളത്. ഉദാഹരണത്തിന് ഒരു ഡിഫോൾട്ടായിട്ടുള്ള ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മുടെ ആ ഒരു വെബ്സൈറ്റിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രൈമറി കളേഴ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൈമറി ബട്ടൺ, ആ ഒരു പ്രൈമറി ബട്ടൻ്റെ കണക്ക് തന്നെ അതിൻ്റെ ഒരു ഹോവർ സ്റ്റേജ് മീൻസ് ഞാൻ അതിലേക്ക് മൗസ് കൊണ്ട് ചെല്ലുമ്പോൾ കാണിക്കേണ്ടുന്ന ആ ഒരു സ്റ്റേജ്. ഓക്കെ, അതിനുശേഷം ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് വേണം, അതായത് പ്രസ് ചെയ്തതിന് ശേഷമുള്ള ഒരു സ്റ്റേറ്റ്. അതുപോലെ തന്നെ ആ ബട്ടൺ അവിടെ ഉള്ളപ്പോൾ അതിൽ എനിക്ക് ക്ലിക്ക് ചെയ്യേണ്ട, അത് ഡിസേബിളായി കിടക്കുക എന്നാണ് അതിൻ്റെ മീനിങ്ങെങ്കിൽ ഒരു ഡിസേബിൾഡ് സ്റ്റേറ്റ് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ അതിനേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോക്കസ്ഡ് സ്റ്റേറ്റും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ഒരു 4-5 സ്റ്റേറ്റുകൾ നമ്മളെപ്പോഴും ഒരു ബട്ടണുമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മളൊരു ബട്ടൻ്റെ ഒരു ഫിൽഡ് ബട്ടണിൽ വരുമ്പോൾ അതൊരു ഇൻഡിവിജ്വൽ സിംഗിൾ ഫ്ലാറ്റ് കളർ ആകാം, അല്ലെങ്കിൽ അതൊരു ഗ്രേഡിയൻ്റ് ആകാം. അതൊക്കെ നമ്മുടെ ഡിസൈനിൻ്റെ ഇൻ്റർഫേസ് ഡിസൈനിൻ്റെ ആ ഒരു ബ്രാൻഡിങ്ങിനെ ബേസ് ചെയ്തിരിക്കും. അത് ഓരോ ബ്രാൻഡിങ്ങിൽ നമ്മൾ എന്ത് പ്രോഡക്റ്റ് ചെയ്യുന്നോ അവരുടെ ആവശ്യകതയാണ്, അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിൻ്റെ ക്വാളിറ്റിയാണ് തീരുമാനിക്കുന്നത്. അത് ഇൻഡിവിജ്വൽ സിംഗിൾ ഒരു ഒറ്റ ഫ്ലാറ്റ് കളർ വേണോ അതോ ഒരു ഗ്രേഡിയൻ കളർ വേണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എനിവേ ഈ പറയുന്ന ബട്ടണിൻ്റെ ഡിഫറൻറ്റ് ടൈപ്സുകളും അതിൻ്റെ ഈ കാണുന്ന ഒരു സ്റ്റേറ്റും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ ഒരു കണ്ട ബട്ടൺസുകൾക്ക് അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അതിനോടൊപ്പം തന്നെ അടുത്തായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഒരു ബട്ടണിൻ്റെ സൈസ് ആൻഡ് ടാപ്പ് ഏരിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഉദാഹരണത്തിന് നമ്മൾ സാധാരണ ഒരു വെബ്സൈറ്റൊക്കെ ചെയ്യുമ്പോൾ മിനിമം അത്യാവശ്യം നല്ല ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ബട്ടൺ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ മിനിമം 44 പിക്സൽ ഹൈറ്റ് ഉണ്ടായിരിക്കും. അതല്ല കുറച്ചും കൂടെ ചെറിയ ഒരു പ്രതലത്തിലേക്ക്, ആ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾ കുറച്ചുകൂടെ ചെറിയൊരു പ്രതലത്തിലേക്കാണ് അത് വെക്കേണ്ടുന്ന ബട്ടണെങ്കിൽ അതൊരു 36 പിക്സൽ മിനിമം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വളരെ സ്മോൾ ആയിട്ടുള്ള മീഡിയംസിലോ മൊബൈൽസിലോ ഒക്കെ നിങ്ങൾ പോകുന്ന സമയത്ത് ഒരു 32 പിക്സൽ ഉണ്ട് എന്നുള്ളതും ഉറപ്പുവരുത്തണം. കാരണം ആ ഒരു സൈസുകൾക്കൊക്കെ തന്നെ വളരെ സൈക്കോളജിക്കലി ഒരു വാല്യൂ ഉണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മൾ ബട്ടൺസിനൊക്കെ സൈസ് കൊടുക്കുമ്പോൾ നമ്മൾ കൃത്യമായ ഒരു സൈസ് മനസ്സിലാക്കിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നല്ലൊരു അറിവായിരിക്കും. അല്ലാതെ ജസ്റ്റ് ഒരു ബോക്സ് നമുക്ക് കാണുമ്പോൾ നമ്മുടെ കാഴ്ചയിൽ ബ്യൂട്ടി തോന്നുന്ന രീതിയിൽ മാത്രം ബോക്സുകൾ വരച്ച് ബട്ടൺ ചെയ്യരുത്.
അതിന് കൃത്യമായ ഒരു കാൽക്കുലേഷൻസും കൂടെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സൈക്കോളജിക്കലി ആ ഒരു ബട്ടൺ വർക്കൗട്ട് ചെയ്യാനുള്ള സ്കോപ്പ് കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് 2 ബട്ടൺസുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിലുള്ള പാഡിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു 8 പിക്സൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടും വിലയിരുത്തണം. ചില ആൾക്കാർ ഒരു ബട്ടണിൽ നിന്ന് അടുത്ത ബട്ടൺ വയ്ക്കുമ്പോൾ വളരെ അടുത്തൊക്കെ കൊണ്ടുവയ്ക്കുന്നത് കാണാം, അല്ലെങ്കിൽ വളരെ ദൂരെ വയ്ക്കുന്നത് കാണാം. അതൊക്കെ തന്നെ ഒരു വളരെ മോശമായ ഒരു ബിഹേവിയറാണ്. അത്തരം കാര്യങ്ങളിൽ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഒരു 8 പിക്സൽ, ഒരു 8 ഗ്രിഡ് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ടൈമിലെല്ലാം തന്നെ ഒരു 8 px വളരെ വാല്യൂ ഉള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് 8 പിക്സൽ നിങ്ങൾ നിർബന്ധമായിട്ടും മിനിമം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഒരു ബട്ടൻ്റെ വിഡ്ത്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു മിനിമം 64 പിക്സൽ അതിനുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഒരു ടെക്സ്റ്റ് നിങ്ങളുടെ ബട്ടണിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ തമ്മിലുള്ള ആ ഒരു ബട്ടൻ്റെ ഇടയിലുള്ള ഒരു പാഡിങ് റൈറ്റ് സൈഡിൽ മസ്റ്റായിട്ട് ഒരു 16 px ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തണം. എങ്കിൽ മാത്രമേ അതിനൊരു കൃത്യമായ ഒരു ബ്രീത്തിങ് സ്പേസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള സൈസ് ആൻഡ് ടാപ്പ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബട്ടൺസുകൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൈസുകളും നമ്മുടെ ബട്ടൺ നിർമ്മാണത്തിൽ വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ബട്ടൻ്റെ മൈക്രോ കോപ്പിയാണ്. അതായത് നിങ്ങളിടുന്ന ടെക്സ്റ്റുകൾക്ക് ഭയങ്കരമായ പ്രാധാന്യമുണ്ട്. ജസ്റ്റ് നമ്മൾ എവിടെ ചെയ്താലും ഒരു ബട്ടണിനകത്ത് റീഡ് മോറെന്നോ ക്ലിക്ക് ഹിയർന്നോ ഒക്കെ ടൈപ്പ് ചെയ്ത് വയ്ക്കുന്ന ഒരു ടെൻഡൻസി ഒരുപാട് ആൾക്കാർക്കുണ്ട്. മറിച്ച് നിങ്ങൾ എവിടെയാണോ ഒരു ബട്ടൺ ഡിസൈൻ ചെയ്യുന്നത് ആ ബട്ടൺ യൂസർ ക്ലിക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ എങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് അദ്ദേഹത്തിനെ വളരെ ഈസി ആയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വളരെ ഹാപ്പി ആയിട്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്യാൻ തോന്നിപ്പിക്കുന്ന ഒരു മൈക്രോ കോപ്പി അവിടെ കണ്ടെത്തി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ലേൺ മോർ എന്നുള്ളത് ഒരു സ്ഥിരം ഒരു പാറ്റേൺ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ലേൺ മോർ എന്ന് പറയുന്നത്. മറിച്ച് അതേ സ്ഥലത്ത് തന്നെ ലെറ്റ്സ് ഡു ദിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു യൂസറിന് മനസ്സിൽ ഒരു പ്രത്യേക അതിനോട് ക്ലിക്ക് ചെയ്യാനുള്ള ഒരു സൗമ്യമായ ഒരു വേർഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മൈക്രോ കോപ്പിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുപോലെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നതിന് പകരം ഗെറ്റ് എ ഫ്രീ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലുണ്ടാകുന്നൊരു ഫീലിംഗ് ഡിഫറൻ്റ് ആണ്. അതുപോലെ ഫ്രീ ട്രയൽ എന്ന് പറയുന്നതിന് പകരം സീറ്റ് ഇൻ ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്നൊരു ഫീൽ ഡിഫറൻ്റ് ആണ്. അങ്ങനെ ആ നിങ്ങൾ ഇടുന്ന ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി യൂസറിനെ എങ്ങനെയാണോ നിങ്ങൾ വിളിക്കുന്നത് അഥവാ ക്ഷണിക്കുന്നത്, ആ ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇടുന്ന ടെക്സ്റ്റ് വളരെയേറെ ശ്രദ്ധിക്കണം. ഒരു റൈറ്റ് സൈഡിൽ എക്സാമ്പിൾ കണ്ടാൽ കാണാം, ക്ലിക്ക് ടു വ്യൂ ദ പ്രോഡക്റ്റ് എന്ന് പറയുന്നൊരു വലിയൊരു ടെക്സ്റ്റ് എഴുതി വയ്ക്കുന്നവരും വ്യൂ നൗ എന്ന് പറയുന്ന ഒരൊറ്റ സിമ്പിൾ ടെക്സ്റ്റിലൂടെ തന്നെ പെട്ടെന്ന് ആ ഒരു ആശയം നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ബട്ടൺസിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ടെക്സ്റ്റുകൾ അത് പ്രോപ്പറായിട്ട് ആ സ്ഥലത്ത് മാച്ച് ആകുന്നതാണ് എന്നും കൂടി ഒന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ബട്ടണിന് വേണ്ടി യൂസ് ചെയ്യുന്ന കളറുകൾ എന്ന് പറയുന്നത്. ഇത് എല്ലാ ഡിസൈനേഴ്സും നിർബന്ധമായിട്ടും യൂസർ ഇൻ്റർഫേസ് ഡിസൈനേഴ്സും മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കളറുകൾ നമ്മൾ ഇത് ബട്ടണിന് വേണ്ടി ചൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് WCAG എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതായത് വെബ് കോണ്ടൻറ്റ് ആക്സസിബിലിറ്റി ഗൈഡ് ലൈൻസ് എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിനെ മാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഫിറ്റ് ചെയ്യുന്ന കളറുകളെ നമ്മൾ യൂസ് ചെയ്യാവും. അതിനാണ് കളർ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത്. കളർ ആക്സസിബിലിറ്റിയെ കുറിച്ച് നമ്മൾ കളർ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ നേരത്തെ തന്നെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിവേ കളർ ആക്സസിബിലിറ്റി ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് 2 എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതുപോലൊരു ബട്ടണാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് യൂസറിന് ആക്സസിബിലിറ്റി വളരെ കുറവായിരിക്കും. മറിച്ച് അതേ സ്ഥലത്ത് അതിൻ്റെ റിവേഴ്സ് ആയിട്ടുള്ള മറ്റൊരു കളർ യൂസ് ചെയ്തപ്പോൾ അത് ആക്സസിബിലിറ്റി പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാ ഡിസൈനേഴ്സും അറിഞ്ഞിരിക്കണം. ഇൻ കേസ് ഈ ഒരു കളർ ആക്സസിബിലിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ് പോർട്ടലിലേക്ക് നിങ്ങൾ പോവുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതായത് ഫോർഗ്രൗണ്ട് കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞ് 2 സെക്ഷൻ തന്നിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കളർ, അതായത് നിങ്ങളുടെ ബട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും അതിൻ്റെ ഫോർഗ്രൗണ്ടിൽ ഉപയോഗിക്കുന്ന ടെക്സ്റ്റിൻ്റെ കളറും ഇതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ബാക്കിൽ ഒരു കളർ യൂസ് ചെയ്യുകയാണ്, ജസ്റ്റ് ഏതെങ്കിലും ഒരു റെഡ് കളർ യൂസ് ചെയ്യുന്നു, അതിനുശേഷം ടെക്സ്റ്റിൽ വന്നിട്ട് വേറെ എന്തെങ്കിലും ഒരു കളർ ചൂസ് ചെയ്യുന്നു. ആ കളർ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ റേഷ്യോ കാണിക്കും. കണ്ടോ, ആ റേഷ്യോ എന്ന് പറയുന്നത് ഈ കളറിൽ ഈ ടെക്സ്റ്റ് വന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഒബേ ചെയ്യാൻ പറ്റില്ല, അത് യൂസറിന് റീഡ് ചെയ്യാൻ പറ്റില്ല, അത് പ്രോപ്പർ വഴിയല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ അതിന് പറ്റും കറക്റ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു കളറും അതിന് യൂസ് ചെയ്തിരിക്കുന്ന കളർ കറക്റ്റായിട്ടുള്ള ഒരു പ്രൊപ്പോർഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ കാണിച്ചു തരും. ഇപ്പോൾ തന്നെ ഞാനിവിടെ ഇട്ടപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡാർക്കും ലൈറ്റുമായിട്ടുള്ള കളർ ഇട്ടപ്പോഴും ഇവിടെ ചിലത് ഫെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്, നോർമൽ ടെക്സ്റ്റിലും അതുപോലെ തന്നെ ലാർജ് ടെക്സ്റ്റിലൊക്കെ ആയിട്ട്. അപ്പോൾ എന്താണ് റീസൺ എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് കളറിൽ ഒരു ഡാർക്ക് കട്ട കളർ കൊടുത്ത് ഓപ്പോസിറ്റ് ഒരു ലൈറ്റ് കളർ ടെക്സ്റ്റ് കൊടുക്കുന്നു എന്നുള്ള
എന്നുള്ളതിലല്ല കാര്യം, മറിച്ച് ആ കൊടുക്കുന്ന കളറുകൾക്കും ആ ടെക്സ്റ്റുകളും തമ്മിൽ ഒരു ആക്സസിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. എങ്കിൽ മാത്രമേ അത് ഒരു ആക്സസിബിൾ കളറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോഴാണ് അവിടെ നമ്മൾ കൃത്യമായിട്ടുള്ള കളർ പാലറ്റുകൾ കൊടുത്തു എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇപ്പോൾ ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് തന്നെ കൊടുക്കുന്നു. അതിനുശേഷം ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ എല്ലാം പാസ്സായിട്ട് കാണിക്കുന്നതാണ്. നോർമൽ ടെക്സ്റ്റിനും ലാർജ് ടെക്സ്റ്റിനും എല്ലാം ഇവിടെ പാസ് എന്നാണ് കാണിക്കുന്നത്. റീസൺ അത് ഒരു റിയൽ ആക്സസിബിൾ കളറാണ്. അതിന് യൂസ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ഫോർഗ്രൗണ്ടും എല്ലാം തന്നെ അതിൻ്റെ കളർ ആക്സസിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ബട്ടണും അതിന് ഉപയോഗിക്കുന്ന ടെക്സ്റ്റിൻ്റെ കളറും ഇവിടെ വന്ന് ഇതുപോലെ ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് നോക്കുന്നത് നിങ്ങളുടെ ആക്സസിബിലിറ്റി ഒന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി സഹായിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എനിവേ ഈ ഒരു കാര്യം ബട്ടൺ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ്. അതുപോലെ നമുക്ക് കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബട്ടൺ കൂടെ ഒന്ന് മനസ്സിലാക്കാം. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന ബട്ടൺസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഫില്ല് ചെയ്തുകൊണ്ട് കളർ ഫില്ല് ചെയ്തുകൊണ്ടിടുന്ന എല്ലാ ബട്ടണുകളെയും നമ്മൾ സാധാരണഗതിയിൽ ഫിൽഡ് ബട്ടൺസ് എന്നാണ് പറയുന്നത്. അതേ ബട്ടൻ്റെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ഔട്ട്ലൈൻ വെച്ചിട്ട് മാത്രം തൊട്ടടുത്തായിട്ട് മറ്റെന്തെങ്കിലും ഒരു പർപ്പസിന് യൂസ് ചെയ്യുക. അതായത് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്നൊക്കെ പറയുന്ന നമ്മുടെ ഒരു ഹയറാർക്കി ഉണ്ട് ബട്ടൺസ് ഇടുമ്പോൾ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഫിൽഡായിട്ടുള്ള ബട്ടണുകളെ ഫിൽഡ് ബട്ടൺസ് എന്ന് പറയും. അതുപോലെ ലൈൻസ് വെച്ചിട്ടുള്ള ബട്ടൺസിൽ നമ്മൾ ഗോസ്റ്റ് ബട്ടൺസ് എന്നാണ് പറയുന്നത്. എംറ്റി ബട്ടൺസ്, നേക്കഡ് ബട്ടൺസ് എന്നൊക്കെ പറഞ്ഞു അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഈ ഗോസ്റ്റ് ബട്ടൺസ് യൂസ് ചെയ്യുന്നത് ഇതുപോലെ ലൈൻ വെച്ചിട്ടുള്ള ബട്ടൺസുകളാണ്. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട് മൊബൈൽ ആപ്ലിക്കേഷനിലും മറ്റുമൊക്കെ ആയിട്ട് ഒരു ബട്ടൺ ഇങ്ങനെ എപ്പോഴും സ്റ്റിക്കി ആയിട്ട് എപ്പോഴും അവിടെ ഫിക്സ് ആയിട്ട് ഒരു പൊസിഷനിൽ നിൽക്കുന്ന കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഫിക്സ് ആയിട്ട് നിൽക്കുന്നതിനെ FAB അഥവാ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺസ് എന്നാണ് പറയുന്നത്. അതുപോലെ ഡ്രോപ്പ് ഡൗൺ പർപ്പസിൽ എപ്പോഴെങ്കിലും ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡ്രോപ്പ് ഡൗൺ വരണമെങ്കിൽ അതിനെ ഡ്രോപ്പ് ഡൗൺ ബട്ടൺസ് എന്ന് പറയും. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലും അതുപോലെ വെബ്സൈറ്റിലൊക്കെ നിങ്ങളൊരു 3 വര വെച്ചിട്ടുള്ള ബട്ടൺസ് യൂസ് ചെയ്യാറുണ്ടല്ലോ. അതിനേതാ നമ്മൾ ഹാംബർഗർ മെനു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ടോഗിൾ ബട്ടൺ ഉണ്ട്. ടോഗിൾ ബട്ടൻ്റെ പ്രത്യേകത എപ്പോഴും ഒരു ടോഗിൾ ചെയ്തുകൊണ്ടുള്ള ആക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ടോഗിൾ ബട്ടൺസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ എനിവേ നമ്മുടെ ഈ ഒരു ഫുൾ ബട്ടൺസുകളുമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇത്ര നേരം ചർച്ച ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ബട്ടൺസ് നിർമ്മാണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ്. യൂസർ ഇൻ്റർഫേസ് ഡിസൈനിങ്ങിലെ ബട്ടൺ അഥവാ CTA അഥവാ കോൾ ടു ആക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ ബട്ടൺ ചെയ്യുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി ഒന്ന് വിലയിരുത്തി ബട്ടൺസുകൾ ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ ഡിസൈനേഴ്സ്, ഇത് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിസൈനേഴ്സായിട്ടുള്ള സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.